അക്വാട്ടിക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബെറ്റ ഫാമിന് ആവശ്യമായ ഇൻഫോസൂറി എങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ വീണ്ടും തുടങ്ങിയ ഒരു ബെറ്റ ഫാമാണ്. നേരത്തെ ഒരു 4 വർഷം മുന്നേ നിർത്തിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെ എന്തൊക്കെയാണ് ഒരു ബെറ്റ ഫാമിന് ആവശ്യമുള്ളത് എന്നത് മനസ്സിലാക്കി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ബെറ്റ ഫാമിന് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യം ഇൻഫോസൂറിയാണ്. ഇൻഫോസൂറിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്തെടുത്തതിന് ശേഷം പരിപാലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ഇൻഫോസൂരിയയ്ക്ക് പകരമായി വേറെ ഒന്നും ഇല്ല, ലോകത്തില്ല. ഇൻഫോസൂരിയ അതൊക്കെ പകരം ഇൻഫോസൂരിയ തന്നെയാണ്. അത് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇൻഫോസൂരിയ എന്നാൽ സൂക്ഷ്മാണുക്കളാണ്. ഈ ഇൻഫോസൂരിയ ബെറ്റ കുഞ്ഞുങ്ങൾക്കും ഗപ്പി കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഒരു 4 ദിവസം മുതൽ ഇത് ഇര തേടുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ലൈവായിട്ടുള്ള, അത് അനങ്ങുന്ന ജീവനുള്ള ഒരു വസ്തുവിനെയായിരിക്കും അത് പ്രത്യേകിച്ചും ആകർഷിക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റേജിൽ അതിന് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് ഈ ഇൻഫോസൂറിയ, അതായത് സൂക്ഷ്മാണുക്കൾ. അപ്പോൾ ഈ 4 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളുടെ വായ അത്രയ്ക്ക് ചെറുതായിരിക്കും. ആ അവസ്ഥയിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഈ ഇൻഫോസൂറിയ. അപ്പോൾ ഇൻഫോസൂറിയ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കറയുള്ള ഏതൊരു ഇലയിൽ നിന്നും നമുക്ക് ഇൻഫോസൂരിയ തയ്യാറാക്കാവുന്നതാണ്. പ്ലാവില, മാവില, വാഴയില ഇതൊക്കെയാണ് അവ. ഇതിൽ പ്രത്യേകിച്ചും വാഴയിലയാണ് നമ്മൾ പ്രധാനമായും എടുക്കുന്നത്. മറ്റുള്ള ഇല വെച്ച് നോക്കുമ്പോൾ വാഴയിലയിലാണ് കൂടുതലായിട്ട് കറ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാഴയില തന്നെ എടുക്കുന്നത്. അപ്പോൾ ഈ വാഴയില നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു 15 ദിവസം മുതൽ നമുക്ക് അങ്ങോട്ട് ഇൻഫോസൂരിയ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറഞ്ഞത് 15 ദിവസമെങ്കിലും വേണം. അപ്പോൾ ഇൻഫോസൂരിയ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ബദാമിൻ്റെ ഇലയാണ്. ഈ ബദാമിൻ്റെ ഇലയിൽ ടാനിൻസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഫംഗസ് ഉണ്ട്. ബെറ്റാഫിഷിൻ്റെ ദേഹത്തുണ്ടാകുന്ന മുറിവുകളും ഫംഗസും എല്ലാം ഭേദമാക്കാൻ പറ്റുന്ന ഒരു ആൻറ്റി ഫംഗസാണിത്. സാധാരണയായ ബെറ്റാഫിഷിനെ ഈ ഒരു അന്തരീക്ഷം, അതായത് ഈ ടാനിൻസ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗസ് ഉള്ള ജലത്തിൽ കഴിയുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ആൻഡമാനിലാണ് ഈ ബെറ്റാഫിഷിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അവിടെയും ഈ പറയുന്ന പോലെ ബദാം മരങ്ങൾ നിറയെ നിൽക്കുന്ന ഒരു ചതുപ്പിൽ നിന്നാണ് ഈ ബെറ്റാഫിഷിൻ്റെ ഉത്ഭവമായി കരുതപ്പെടുന്നത്. ബെറ്റാഫിഷുകൾ ബ്രീഡാവുന്ന നേരത്ത് തമ്മിൽ മുറിവുകൾ ഉണ്ടാവാറുണ്ട്. അത് ഭേദമാക്കുന്ന ഒരു ആൻറ്റി ഫംഗസാണ് ഈ പറയുന്ന ടാനിൻസ്. അപ്പോൾ ബെറ്റാഫിഷിന് ബദാമിൻ്റെ ഇല വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബെറ്റാ ഫാം തുടങ്ങുന്ന നേരത്ത് ഈ പറയുന്ന ബദാം ലീഫ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്. ഇത് രണ്ടും അതിൻ്റെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ ഞാൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിനകത്താണ് ഈ ബദാമിൻ്റെ ഇലയും വാഴയിലയും ഇട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൽ നമുക്ക് എയർ സർക്കുലേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് എയർ കയറിയില്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മാണുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടപ്പിൽ ഒരു ഹോൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഇതിങ്ങനെ ഓപ്പണായിട്ട് വയ്ക്കാൻ നേരത്ത് കൊതുക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകിനകത്ത് മുട്ടയിടുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനകത്തേക്ക് കൊതുക് കയറാത്ത വിധം ഒരു നെറ്റ് വെച്ചിട്ട് ഈ അടപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ അടപ്പിൽ ഒരു ഇരുമ്പ് പൈപ്പ് വെച്ചിട്ട് ഞാനൊരു ഹോൾ ചെയ്യുകയാണ്. അതൊന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് കയറ്റി ആദ്യം ഇതിലൊന്ന് ഹോൾ ചെയ്യാം. ഹോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു അരിപ്പ വാങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അരിപ്പയാണ്, ചായക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പയാണ്. ഇതിന് 10 രൂപയെ വിലയുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലൊരു ഗമ്മ് തേച്ചതിന് ശേഷം ഇതിൻ്റെ വാവട്ടത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഈ ഇലകളെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. സാധാരണ ഓപ്പൺ എയർ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ഒരുപാട് പൊടിയും എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇലകളൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്.
സാധാരണ വാട്ടർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, വാട്ടർ ഫിൽറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കിണറുകളിലും വാട്ടർ ടാങ്കുകളിലെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇലകളെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇലകൾ ഇതിനകത്തേക്ക് ഞാൻ മുക്കി വെച്ചേക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഏകദേശം വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ബോട്ടിലേക്ക് നിറയ്ക്കാം. ഇത് ബോട്ടിലിൻ്റെ ഏകദേശം 3/4 ഭാഗം നിറച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നിറച്ചാൽ മതിയാവും. ഇനി ഇതിൽ തന്നെ ഈ ഇലകൾ മുങ്ങി നിൽക്കത്തക്ക വിധം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ അടപ്പും കൂടെ അടച്ചാൽ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇതിപ്പോൾ വാഴയിലയും ബദാമിൻ്റെ ഇലയും 2 ബോട്ടിൽ വീതം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമുക്ക് ആ ഒരു സമയത്ത് ഈ ഇൻഫോസൂരിക്ക് പകരം നമുക്ക് മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ഒന്നും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് 2 ബോട്ടിൽ വീതം സെറ്റ് ചെയ്തത്. ഈ ബെറ്റാഫിഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. വിദേശത്തും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ബെറ്റാഫിഷിന് ജീവിക്കാൻ വേണ്ടുന്ന ടെമ്പറേച്ചർ 75 to 80 ഫാരൻഹീറ്റ് ആണ്. സെൽഷ്യസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 22 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയാണ് ഈ ബെറ്റാഫിഷിന് വേണ്ടുന്ന ചൂടിൻ്റെ അളവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിലെല്ലാം 0 ഡിഗ്രി ഉള്ള രാജ്യങ്ങളിലെല്ലാം അവർ ചെയ്യുന്ന വാട്ടറിൽ തന്നെ ഹീറ്റർ വയ്ക്കാറുണ്ട്. ഹീറ്റർ വെച്ചിട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് അതിലേക്കാണ് അവർ ഈ ബെറ്റാഫിഷിനെ വളർത്തുന്നത്. അപ്പോൾ അത്രയ്ക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയ്ക്കും പരിശ്രമിച്ചാണ് അവിടെ ബെറ്റാഫിഷിനെ വളർത്തുന്നത്. അതിനർത്ഥം അവർക്കും ബെറ്റാഫിഷിനെ അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ബദാമിലെ കൂടുതൽ നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ പുറം രാജ്യക്കാർ ഇത് വാങ്ങുന്നതും വലിയ കാശ് കൊടുത്താണ് അവർ ഇമ്പോർട്ട് ചെയ്ത ഈ സാധനം അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ബെറ്റാഫിഷിനെ വളർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്, ചിലവില്ലാതെ നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ്. ഇതിപ്പോൾ ഞാൻ ടാങ്ക് ചെയ്യാനായിട്ട് ബേസ് ബോർഡ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നേരത്തെയുള്ള വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ടാങ്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതിൽ മുകളിൽ ഇപ്പോൾ ഒരു ലെയറിൽ പൊക്കം കുറഞ്ഞുള്ള ടാങ്കാണ്. അതായത് നമ്മൾ ഏകദേശം ബെറ്റ ഫ്രൈസ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ശേഷം ഒരു 6 ദിവസം അല്ലെങ്കിൽ ഒരു 8 ദിവസം മുതൽ 15-20 ദിവസം വരെ ഇടാൻ പറ്റിയ ഒരു ടാങ്കാണിത്. ഇത് വളരെ ചെറുത്, ഹൈറ്റ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, 4 ഇഞ്ചിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരുവിധം ഒന്ന് ഫ്രീസും നന്നായിട്ട് ആഹാരം തേടുന്ന ഒരു സ്റ്റേജ് ആവുന്ന നേരത്ത് ഈ താഴെയുള്ള ഈ ടാങ്കിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 6 ഇഞ്ച് പൊക്കമുള്ളതാണ്. ഇതിൽ നമുക്ക് ഏകദേശം 4 ഇഞ്ച് വരെ വെള്ളം ഇടാം. മുകളിലത്തെ ടാങ്കിൽ നമുക്ക് 2 ഇഞ്ച് വെള്ളം ഇട്ടാണ് അതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് ഞാനിപ്പം ബ്രീഡിങ്ങിന് ഒരു ടാങ്ക്, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സെക്കൻഡ് ഒരു ടാങ്ക്, അത് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള ടാങ്ക്. ഈ മൂന്നാമത്തെ ടാങ്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ബോട്ടിലേക്ക് അതിന് വീണ്ടും മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ടാങ്കിൻ്റെ വീഡിയോ, ഈ ഷീറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഉടനെ ഒരു ടാങ്കിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.